Okay, my children, welcome back to the English class. Now, കഴിഞ്ഞ ക്ലാസ്സിൽ we have dealt with the story, the adventures in Banyan Tree, and the cobra and a mongoose were going to engage in a fight, and they were ready, and we have stopped here. It was to be the battle of champions. ഇവിടെയാണ് നാം അന്ന് നിർത്തിയത്. അന്ന് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് പൂരിപ്പിക്കാനും അതേപോലെ ഈ ഒരു പാരഗ്രാഫ് പൂരിപ്പിക്കാനുമായിരുന്നു തന്നിരുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസറാണിത്. ഒന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് നോട്ട്ബുക്കിലേക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ ഓക്കെ മൈ ചിൽഡ്രൻ, നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. അതിൻ്റെ ബാക്കി ഭാഗവും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ വിക്ടേഴ്സിൽ ഇപ്പം എപ്പിസോഡ് 5 ആയിട്ട് ഈ ഭാഗം ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഭാഗമാണ് ഇന്ന് ഞാനൊന്ന് വിശദീകരിച്ച് തരുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പരസ്പരം ഫൈറ്റ് തുടങ്ങാൻ പോകണം അല്ലെ. ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് എ മംഗൂസ് ഈസ് ഗോയിങ് ടു ബി സ്റ്റാർട്ടഡ് ആൻഡ് ദ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ വാച്ചിങ് ദീസ് ഫൈറ്റ്. ഓക്കെ, then hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. Okay, let me explain Malayalam. Hissing defiance, his forked darting in and out. Hissing defiance means പ്രതിരോധം, ഒരു പ്രതിരോധം തീർത്തിക്കൊണ്ട് ഹിസ്സിങ്, ഇങ്ങനെ ഹിസ് അല്ലേ, ആ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഹിസ് ഫോക്ക്ഡ് ട്രങ്, അവൻ്റെ നാവ് എന്ത് ചെയ്തു, ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, പുറത്തേക്കും ഉള്ളിലോട്ടും ഇങ്ങനെ ഇട്ടു അല്ലേ. സാധാരണ കോബ്രയുടെ ആ ഒരു ഇതുണ്ടാവുമല്ലേ അല്ലേ, നാവ്, അതിങ്ങനെ പുറത്തേക്ക് ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. അവൻ എന്താണ്, ആകെ 6 അടിയായിരുന്നു, അതിൽ 3 അടിയോളം മുകളിലോട്ട് ഉയർന്നുകൊണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബോർഡ്, അവൻ എന്ത് ചെയ്തു, വിടർത്തി. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വിടർത്തി. ഈസ് ബ്രോഡ്, വിശാലമായ, സ്പെക്ടക്കിൾഡ്, കണ്ണട പോലുള്ള, ഹുഡ്, ഈ പത്തി അല്ലേ, അവൻ്റെ പത്തിക്ക് ഇങ്ങനെ കണ്ണട പോലെ കാണാറില്ലേ, അപ്പോൾ അത് ഉയർത്തി, ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. ഓക്കെ, ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസ് എന്ത് ചെയ്തു, അവൻ്റെ വാല് എന്ത് ചെയ്തു അല്ലേ, ആട്ടി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ, മാത്രമല്ല മംഗൂസിൻ്റെ പുറത്തുള്ള, സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടൽ, പുറത്തുള്ള എന്താണ്, ലോങ് ഹെയർ, നീണ്ട രോമം, സ്റ്റുഡപ്പ്, അതിങ്ങനെ എഴുന്നേറ്റ് നിന്നു. ഇനി പറയാണ്, ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, വളരെ കട്ടി കൂടിയ, തിക്നെസ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ ഹെയർ ആയതുകൊണ്ട് ഹാഡ് സേവ്ഡ് ഹിം, അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഫ്രം ബൈറ്റ്സ്, പാമ്പിൻ്റെ കടികളിൽ നിന്ന്. ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു ദ അതേഴ്സ്, ആ കടികൾ എന്താണ്, ഫാറ്റൽ, മരണകാരണമായിരുന്നു, ടു അതേഴ്സ്, മറ്റുള്ളവർക്ക്. അപ്പോൾ മറ്റുള്ളവർക്ക് മരണകാരണമായ പാമ്പിൻ്റെ എന്താണ്, കൊത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തിയത് ഏതാണ്, അവൻ്റെ പുറത്തുള്ള ഹെയർ. ഓക്കെ, ഈ രോമമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ദോ ദ combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and other a jungle crow, not the wily urban crow. They had seen these preparations for the battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. Okay, then meaning നോക്കുക. ദോ ദ കോമ്പിറ്റൻസ്, കോമ്പിറ്റൻസ് പറഞ്ഞാൽ ഈ പരസ്പരം പോരടിക്കുന്നവർ,
ആരൊക്കെയാണ്? എ മംഗൂസ് ആൻഡ് എ കോബ്ര വേർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ അൺഅവെയർ, അറിഞ്ഞില്ലായിരുന്നു. ഇൻ ദ ബനിയൻ ട്രീയിൽ. ദേ സൂൺ അവെയർ, അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അറിഞ്ഞു. ഓഫ് ദ അറൈവൽ ഓഫ് 2 other സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാണികൾ, മറ്റ് 2 കാണികൾ കൂടി അവിടെ എത്തി. ആരൊക്കെയാണ്? വൺ വാസ് എ മൈന, ഒരാൾ ഒരു മൈനയായിരുന്നു. ആൻഡ് ദി അതർ എ ജംഗിൾ ക്രോ, ഒരു കാട്ടുകാക്കയായിരുന്നു. നോട്ട് വലിയ അർബൻ ക്രോ, നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കയല്ല, ഒരു ജംഗിൾ ക്രോ, കാട്ടുകാക്കയുമായിരുന്നു. അപ്പോൾ 2 പേരും അവിടെ ഇത് കാണാൻ വേണ്ടി എത്തി. They had seen these preparations for the battle. അവർ 2 പേരും ഈ യുദ്ധത്തിനുള്ള സന്നാഹം കണ്ടുകൊണ്ടിരുന്നു. ഓക്കെ. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട്. ഇതിൻ്റെ ഫലം എന്താകുമെന്നറിയാൻ വേണ്ടി അവർ കാക്ടസിൻ്റെ കള്ളിച്ചെടിയുടെ മുകളിൽ ഇരുന്നു. ഹാഡ് ദെറ്റ് ബീൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തരാകുക എന്നുള്ള അർത്ഥമാണ്. അവർ സംതൃപ്തരാകുമോ? ഓൺലി ടു വാച്ച്, വെറും കാണൽ കൊണ്ട്. ആൻഡ് വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം, അല്ലെങ്കിൽ അതിൽ ഇടപെടുമോ എന്നുള്ളത് അവരെ കാര്യമാണ്. ഓക്കെ. ദ കോബ്ര സ്റ്റുഡ്, നെക്സ്റ്റ് നോക്കുക. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈയിങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. Okay, then apparently the cobra stood ഇങ്ങനെ നിന്നു ഓൺ ദ ഡിഫെൻസീവ്, പ്രതിരോധിച്ചുകൊണ്ട്. സ്വയിങ് സ്ലോലി, സ്വയി എന്നാണ് ഇങ്ങനെ ആടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ട്രൈയിങ് ടു മെസ്മറൈസ് മംഗൂസ്, വശീകരിക്കാൻ. മെസ്മറൈസ് മീൻസ് വശീകരിക്കുക, മംഗൂസിനെ വശീകരിക്കാൻ. ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്, തെറ്റായ ഒരു ചലനത്തിലൂടെ. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്. അൺവിങ്കിങ് എന്ന് പറഞ്ഞാൽ വിങ്ക്, ഇങ്ങനെ ചിമ്മാത്ത ഗ്ലാസ് രൂപത്തിലുള്ള കണ്ണുകളുടെ പവർ ആർക്കറിയാമായിരുന്നു? മംഗൂസിന് അറിയാമായിരുന്നു. ആരുടെ? കോബ്രയുടെ. ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം. ഓക്കെ. ഇവൻ്റെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. അത് ഇങ്ങനെ ആടി ഉലഞ്ഞിട്ട് ഇങ്ങനെ വരുന്നേരെ അതിന് നേരെ ഇരിക്കാൻ കീരി ശ്രദ്ധിച്ചു. ഇൻസ്റ്റഡ് ഹീ ഫിക്സഡ് ഹിസ് ഗെയ്സ്, അതിന് പകരം എന്ത് ചെയ്തു? ഹീ ഫിക്സഡ് ഹിസ് ഗെയ്സ്, അവൻ്റെ നോട്ടം ഉറപ്പിച്ചു. ഗെയ്സ് എന്ന് പറഞ്ഞാൽ നോട്ടം. അറ്റ് ദ പോയിൻറ്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, ഈ കോബ്രയുടെ ഫണം മീൻസ് ആ പത്തിയുടെ പുറകിൽ. ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്, എന്ത് ചെയ്തു? ആക്രമണം ആരംഭിച്ചു. അപ്പോൾ കോബ്ര, ഈ മംഗൂസ് എവിടെ ആക്രമിക്കുന്നത്? ജസ്റ്റ് ബിലോ ദ താഴെ, കോബ്രാസ് ഹുഡ്, ഈ ഫണത്തിന് തൊട്ട് താഴെയാണ് അവൻ ആക്രമിക്കുന്നത്. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് ദെൻ വിത്ത് കോബ്രാസ് റീച്ച്, ഹി മെയ്ഡ് ഫെയിൻഡ് ടു വൺ സൈഡ്. ഓക്കെ. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, പെട്ടെന്ന് എന്ത് ചെയ്തു? മുന്നോട്ട് നീങ്ങിക്കൊണ്ട്. ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, കോബ്രയുടെ റീച്ച് മീൻസ് കൊത്തിയാൽ എത്തുന്ന ഒരു ആ ഭാഗത്തേക്ക് മുമ്പോട്ട് നീങ്ങിക്കൊണ്ട്. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ മാറുക. ടു വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി. അത് അതിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? അങ്ങോട്ട് മാറി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. അപ്പോൾ എന്ത് ചെയ്തു? ഇവനിങ്ങനെ മുമ്പോട്ട് പോയല്ലോ അതിനടുത്തേക്ക്. അപ്പോഴ് കോബ്ര കൊത്തി. പക്ഷേ അപ്പോഴേക്കും ആര് മാറിയിരുന്നു? ഈ കീരി മറ്റേ ഭാഗത്തേക്ക് ഫെയിൻറ്റ് മാറിയിരുന്നു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ. അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ ഈ പത്തി കെയിം ഡൗൺ, താഴോട്ട് വന്നു. ആരുടെ? ഈ ഇത് കൊത്താൻ വേണ്ടി താഴോട്ട് വന്നില്ലേ? സോ അപ്പോൾ ഇവനിങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ അവന് കൊത്തിയല്ലോ. ആ കൊത്തുമ്പോൾ ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി, പെട്ടെന്ന് താഴോട്ട് വന്നു. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസിന് ഒരു രക്ഷയില്ല എന്ന് ഞാൻ കരുതി. കുട്ടി കരുതി. ഓക്കെ. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ജംപ്ഡ്. ലിറ്റിൽ ഫെലോ എന്ന് പറഞ്ഞാൽ ആരാണ്? മംഗൂസ്. ജംപ്ഡ്, ഒരു ഭാഗത്തേക്ക് ഇത് ചെയ്തു. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. ഓക്കെ. കോബ്രയുടെ അതേ വേഗത്തിൽ തന്നെ മറ്റേ ഭാഗത്തേക്ക് മാറി. ബിറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, പുറകിൽ
അത് ഈ പത്തിയുടെ പുറകിൽ എന്ത് ചെയ്തു, ബിറ്റ് കടിച്ചു. ആൻഡ് ഡാർട്ടിങ് എവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. ഈ ഡാർട്ടിങ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക. എവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, ഈ കോബ്രക്ക് എത്താത്ത സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എന്ത് ചെയ്തു, അവൻ തെന്നി മാറി. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, അവൻ്റെ പുറകിൽ ഇങ്ങനെ കടിച്ചു ഇത് ചെയ്തപ്പോൾ. അപ്പോൾ അവനൊരു ട്രിക്കായിരുന്നു. അവൻ അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന പോലെ ശ്രമിച്ചു. അപ്പോൾ കോബ്ര താഴത്തോട്ട് കൊത്തിയപ്പോഴും അവൻ്റെ ഫണം താഴ്ന്നപ്പോൾ ആ പാമ്പിൻ്റെ പത്തിയുടെ പുറകു വശത്ത് അവൻ കടിച്ചു. ഓക്കെ, എന്നിട്ടങ്ങ് മാറി. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in the middle air. Shrieking at each other, they returned to the cactus plant. അപ്പോൾ രണ്ടുപേരും അവിടെ വേറെ ഉണ്ടല്ലോ, ഒരു മൈനയും ഒരു കാക്കയും അവിടെ നിൽക്കുന്നുണ്ട്. അവർ ദ മൊമെൻറ്റ് കോബ്ര സ്ട്രക്ക്, കോബ്ര താഴത്തോട്ട് ഇങ്ങനെ കൊത്തി ആ സമയത്ത് ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽഫ്. ഓക്കെ, കോബ്ര ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽഫ്, അവർ സ്വയം എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വയം അവിടേക്ക് ഇങ്ങനെ പറന്നുപോയി അറ്റ് ഹിം, കോബ്രയുടെ നേരെ. പക്ഷേ ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ ദ മിഡിൽ എയർ, പകുതിയിൽ വെച്ചിട്ട് അവർ തമ്മിൽ കൊളൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിച്ചു. ശ്രീക്കിങ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, അവർ കാക്ടസ് പ്ലാന്റിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു, ശ്രീക്കിങ് ഒച്ചയുണ്ടാക്കിക്കൊണ്ട്. ദ നെക്സ്റ്റ് പാരഗ്രാഫ്, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ കോബ്രാസ് ബാക്ക്. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the bird dived at the snake, bumped into each other instead, and returned shrieking to the safety of cactus. Okay, a few drops of blood, കുറച്ച് എന്താണ് രക്തത്തുള്ളികൾ, ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്, കോബ്രയുടെ പുറകിൽ നിന്നും ഒലിക്കാൻ തുടങ്ങി. എന്താ കാരണം? നേരത്തെ ആരുടെ കടി കിട്ടിയിട്ടുണ്ട്? ഈ കീരിയുടെ കടി കിട്ടിയിട്ടുണ്ട് ബാക്ക് ഭാഗത്ത്. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ, വീണ്ടും എന്ത് ചെയ്തു, അവനെ കൊത്തി. ആൻഡ് മിസ്ഡ്, പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, മിസ്ഡ് മീൻസ് ആ കൊത്ത് ആർക്ക് ഏറ്റില്ല, മംഗൂസിന് ഏറ്റില്ല. അഗെയിൻ, വീണ്ടും ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, സ്പ്രാങ് എന്ന് പറഞ്ഞാൽ ജംപ്ഡ്, ചാടി, അസൈഡ് മറ്റൊരു ഭാഗത്തേക്ക്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്, വീണ്ടും മറ്റൊരു ഭാഗത്തേക്ക് മാറിക്കൊണ്ട് ബിറ്റ്, അവനെ വീണ്ടും പുറകിൽ കടിച്ചു. എഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, ഈ സമയത്ത് എന്ത് ചെയ്തു, വീണ്ടും ആ രണ്ട് പക്ഷികൾ, അത് മൈനയും കാക്കയും എന്ത് ചെയ്തു, ഡൈവ്ഡ് എടുത്ത് ചാടി അറ്റ് ദ സ്നേക്കിന് നേരെ. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്, പരസ്പരം കൂട്ടിയിടിച്ചു. ആൻഡ് റിട്ടേൺഡ് ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് കാക്ടസ്, എന്താണ് ആ മുൾച്ചെടിയുടെ സുരക്ഷിതത്വത്തിലേക്ക് തന്നെ അവർ റിട്ടേൺഡ്, തിരിച്ചു വരികയും ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് ഇത് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇത് കൃത്യമായിട്ടൊന്ന് വായിക്കുക എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി പറയുന്ന അസൈൻമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. നമ്മുടെ ഫസ്റ്റ് ബെല്ലിൽ എപ്പിസോഡ് 5 കഴിഞ്ഞ ഭാഗമാണ് ഇന്ന് അസൈൻമെൻ്റായിട്ട് തരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് അസൈൻമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 5 തന്ന അസൈൻമെൻറ്റുകൾ ഇതാണ്. ഇത് 2 അസൈൻമെൻറ്റുകളാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. കുറേ ആളുകൾ തീരെ അയക്കുന്നില്ല, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ടാലും അയക്കാത്ത കുറേ ആളുകളുണ്ട്, ഞാനത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ അപ്പം നോക്കുക, ഇത് തരുന്ന ആളുകൾക്ക് മാത്രമേ അറ്റൻഡൻസ് എന്ത് ചെയ്യുള്ളൂ, തരികയുള്ളൂ. അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റ്. ഇത് ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ അസൈൻമെൻറ്റ് അയക്കുകയും ചെയ്യാം നാളെ. ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി എപ്പിസോഡ് 5 നോട്ട്ബുക്കിൽ എഴുതണേ. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്, റീഡ് ദ, ഈ ഭാഗം വായിച്ച്, ഇന്ന് നമ്മൾ എടുത്ത ഭാഗം വായിച്ചിട്ട് ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക, ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം സ്നേക്സ് ബൈറ്റ്സ്, പാമ്പിൻ്റെ കടിയിൽ നിന്നും എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? ഓക്കെ, അതിനുത്തരം നിങ്ങൾക്കറിയുന്നത് പോലെ അതിൽ നോക്കിയിട്ട് എഴുതുക. ഹൂ വർ ദ സ്പെക്ടേറ്റേഴ്സ് ഓഫ് ദ ഫൈറ്റ്, മറ്റ് ആരൊക്കെയായിരുന്നു അവിടെയുള്ള കാണികൾ? 3 കാണികളാണ് ഉണ്ടായിരുന്ന, 3 കാണികൾ ആരൊക്കെയായിരുന്നു? വാട്ട് ഡിഡ് ദ ക്രോ ആൻഡ് മൈന ഡു, എന്താണ് മൈനയും കാക്കയും ചെയ്തത്? വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് ഓഫ് ദ ബാറ്റിൽ? ഓക്കെ, വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് ഓഫ് ദ ബാറ്റിൽ? ഒന്നാമത്തെയും രണ്ടാമത്തെയും റൗണ്ട് ബാറ്റിൽ എന്താണ് സംഭവിച്ചത്? വാട്ട് ഡിഡ് ദ ക്രോ ആൻഡ് മൈന ഡു അറ്റ് ദ
ടൈം ഓഫ് ബാറ്റിൽ, ഈ ബാറ്റിലിൻ്റെ സമയത്ത് കാക്കയും മൈനയും എന്താണ് ചെയ്തത്. അത് നേരത്തെ ഒന്നുകൂടെ ചെയ്തു, 2 ചോദ്യം അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. ഓക്കെ, 5-മത്തേന് ഉത്തരം എഴുതിയാൽ മതി, 3-മത്തെ അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുക. ദെൻ അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആക്ടിവിറ്റി 2-ൽ ഇത് പേജ് നമ്പർ 16, ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 16 ആക്ടിവിറ്റി നമ്പർ 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ക്വിറലിനെ കുറിച്ചുള്ള വിവരണം തന്നിട്ടുണ്ട്. അതേപോലെ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് സ്നേക്കിനെ കുറിച്ചും മംഗൂസിനെ കുറിച്ചും ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിൽ നിന്ന് എടുത്ത് എഴുതണം, അതിൻ്റെ വിശേഷണങ്ങൾ. ഇതാണ് ചെയ്യേണ്ടത്. ആ പാരഗ്രാഫ് നമ്മൾ ഇന്ന് പഠിച്ച പാരഗ്രാഫിൽ സ്നേക്കിൻ്റെയും അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച എവിടുന്നോ സ്നേക്ക് പാമ്പിനെ കുറിച്ചും മംഗൂസിനെ കുറിച്ചുള്ള വിവരണങ്ങളിലുള്ള വാക്കുകൾ എടുത്ത് ഇവിടെ എഴുതണം. ഓക്കെ, അങ്ങനെ അത് പൂരിപ്പിക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിലാണ്, ഇത് നോട്ട് ബുക്കിലാണ്. 1-മത്തെ ആക്ടിവിറ്റി ചെയ്യേണ്ടത് നോട്ട് ബുക്കിലും 2-മത്തത് ടെക്സ്റ്റ് ബുക്കിലുമാണ് എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് ഫോട്ടോ എടുത്തിട്ട് ഇത് അയച്ചു തരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ശരി ഉത്തരം ഞാൻ അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. ഓക്കെ, താങ്ക് യു.